ഇന്ന് റിലീസായ മറ്റൊരു മലയാള സിനിമയാണ് ധീരം. ഇന്ദ്രജിത് സുകുമാരനാണ് ഈ സിനിമയിലെ നായകൻ. ജിതിൻ സുരേഷ് ടി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ദീപു എസ് നായരും സന്ദീപ് സദാനന്ദനുമാണ് ഈ സിനിമയുടെ എഴുത്തുകാർ. ഇതൊരു പ്രോപ്പർ ക്രൈം ത്രില്ലർ, പ്രോപ്പർ മർഡർ മിസ്റ്ററി, അതുതന്നെ ഒരു സീരിയൽ കില്ലിംഗ് പരിപാടി, അങ്ങനത്തെ ഒരു പരിപാടിയാണിത്. ഇന്ന് ട്രെയിലർ കാണുമ്പോഴേ അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിലെ സിനോപ്സിസ് വായിക്കുമ്പോഴേ നമുക്ക് അവരിതൊക്കെ പറയുന്നതാണ്. പ്രോപ്പർ ക്രൈം ത്രില്ലറാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യത്തെ ഒരു 2-3 സീൻ തന്നെ ഒരു 3 ക്രൈംസ് ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നു. അതായത് 3 മർഡേഴ്സ് എന്നല്ല, 3 ഒരു ആക്ട്. ഇന്ദ്രജിത് സുകുമാരൻ്റെ ഒരു ഷൂട്ടൗട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട്. പുള്ളി ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ് ഇതിൽ, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് സ്റ്റാലിൻ. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊരു ഹൈ റേഞ്ചിലൊക്കെ പോയിട്ട് ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട ഒരു ആക്ട്. പിന്നെ ഒരു മർഡർ, ഒരു 25-30 വയസ്സ് പ്രായമുള്ള ഒരാളുടെ മർഡർ. ഇത് 3 ഇങ്ങനെ പാരലലി കാണിച്ചിട്ട് പിന്നെയാണ് ഇതിൻ്റെ ഓരോ ഫ്ലാഷ് ബാക്കും അങ്ങനെ കഥ ഇങ്ങനെ അൺവീൽ ചെയ്ത് വരുന്നത്. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ക്ലൂലെസ് ആക്കിയിട്ട് നമ്മളെ ആക്കിയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസം തോന്നി. എസ്പെഷ്യലി ചെറുപ്പക്കാരൻ്റെ മരണത്തെ തുടർന്നുള്ള അന്വേഷണം തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. അതിൽ തന്നെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്, ഒരു ഫ്ലാറ്റിലെ കാർ പാർക്കിങ്ങിലൊരു പരിപാടിയുണ്ട്. ആ ഒരു ഏരിയ ഒക്കെ നല്ല രസമായിരുന്നു. അതിൽ തന്നെ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടറിന് ഒരു പെക്യുലിയറായിട്ട് ഇതിൽ കാണിക്കുന്ന ഒരു പരിപാടി, പുള്ളിക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ എവിടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും പുള്ളി അവിടെ ഉള്ളതായിട്ട് ഇങ്ങനെ പുള്ളിക്ക് മനസ്സിലത് ഊഹിച്ച് കാണാൻ പറ്റും. അത് വേറെ ഏതോ ഒരു പടത്തിൽ എക്സാക്റ്റ് സെയിം ഷോട്ട് വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏതാണെന്ന് ഓർക്കുന്നില്ല. പക്ഷേ മലയാള സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു പുതുമയാണ്. അത് ത്രൂ ഔട്ട് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു പ്രോപ്പറായിട്ട് പറയുവാണെങ്കിൽ അതൊരു നമുക്കത് വേണേൽ ഫാൻറ്റസി എന്നൊക്കെ വേണം പറയാം. പക്ഷേ നമ്മുടെ ഇന്നർ മൈൻഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റ് പറ്റാം. ഇതിൽ തെറ്റാൻ പറ്റത്തില്ല. അതിൽ ചെറുതിലെ പാളിച്ചകളാണ് അതിൽ ഡീറ്റെയിൽ ചെയ്തതിൽ. പക്ഷേ ആ ഒരു ഐഡിയ കൊള്ളായിരുന്നു. ഞാൻ ഏതൊരു പടത്തിൽ സെയിം സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇൻസ്പിറേഷൻ പരിപാടി കൊള്ളായിരുന്നു. അങ്ങനെ ഇത് തുടങ്ങി. ഞാൻ പറഞ്ഞ ആ ഒരു സീനൊക്കെ സൂപ്പറായിരുന്നു. അപ്പം തന്നെ നമുക്ക് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാവും കേട്ടോ. കാരണം ആ ഒരു അണ്ടർഗ്രൗണ്ട്, ആ ഒരു സീന്, ഹെവി ലൈറ്റിങ്, അന്യായ ലെവൽ വിഷ്വൽസൊക്കെ ആയിരുന്നു അവിടെ. ഒരു റെഡ് കളർ പരിപാടി, പിന്നെ ബ്ലൂ, പല ലൈറ്റുകൾ യൂസ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ടേ മൊത്തം. മറ്റേ നമ്മൾ ഈ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് റെഡ് കളർ ഇത് കാണുമല്ലോ, ഒരു ആക്ഷൻ സാധനം കാണുമല്ലോ, അത് മൊത്തം കൊണ്ട് ഭയങ്കര ലൈറ്റ് ചെയ്ത്, പിന്നെ ബാക്കിൽ ഒരു വലിയൊരു ലൈറ്റ് ബ്ലൂവിൽ കൊടുത്ത് ഭയങ്കര രസമായിരുന്നു വിഷ്വൽസ്. ഇന്ന് കണ്ട കളങ്കാവലിനേക്കാളും ഫാർ ബെറ്റർ വിഷ്വൽസ് ആയിരുന്നു ഈ സിനിമയുടെ ത്രൂ ഔട്ട് മൊത്തത്തിൽ. പക്ഷേ അതിൽ തന്നെ ആ ഒരു ഇനീഷ്യൽ ഏരിയയിലാണ് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ വിഷ്വൽസ് എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ സീനും സൂപ്പറാണെന്ന് ഞാൻ പറയത്തില്ല. ചില വൈഡ്സ്, അതുപോലെ തന്നെ റോഡിലെ ഇതൊക്കെ, അതിനൊക്കെ പരിമിതികൾ കൊണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൂടെ നന്നാക്കായിരുന്നു. പക്ഷേ കളങ്കാവിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരെ കളങ്കാവിൽ കഴിഞ്ഞിട്ട് കയറിയ സിനിമ ധീരമാണ്. ടെക്നിക്കലി എനിക്ക് അതിനേക്കാളും, അതിൽ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ സപ്പോർട്ട് ഉണ്ടായിട്ടും എനിക്ക് അതിനേക്കാളും ടെക്നിക്കലി ബെറ്റർ ആയിട്ട് തോന്നിയ സിനിമ ധീരം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ സാധനം അങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്ക് നല്ലൊരു ഇമ്പ്രഷനിൽ തുടങ്ങിയതാണ്. പക്ഷേ ആദ്യത്തെ ഒരു അരമണിക്കൂറിന് ശേഷം സ്ഥിരം ത്രില്ലറിൻ്റെ ഒരു ചായ്വിലോട്ടങ്ങ് വീണു പോവുകയാണ് ഈ സിനിമ. സ്ഥിരം പരിപാടി. അതായത് ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ ചുമ്മാ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെയ്ത് പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്നു. വീണ്ടും പിന്നെയും ഒരു പുതുമയില്ലാതെ സ്ഥിരം ഫ്ലാഷ് ബാക്ക്, പാസ്റ്റ്, റിവെഞ്ച്, അങ്ങനത്തെ പല പരിപാടികൾ. ഇതിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ഒരു ഓവർഡോസാണ്, ട്വിസ്റ്റിൻ്റെ അയ്യരുകളിയാണ്. പക്ഷേ അത് അവസാനത്തേക്ക് പറയാം. അതിൽ കുറച്ച് പറയേണ്ടത് അവസാനത്തേക്ക് പറയാം. പക്ഷേ അതൊരു പ്രശ്നമാണ്, ഒരു സൈഡ് നോക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. അതല്ലാതെ ഈ സിനിമ സർട്ടിഫിക്കറ്റാണ്, 18+ ആണ് ഈ സിനിമ, അഡൾട്ട്സ് ഓൺലിയാണ്. അതിന് കാരണം സെക്കൻഡ് ഹാഫിൽ ഒരുപാട് വയലൻസ്, അങ്ങനത്തെ പരിപാടി കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ കുറ്റം ചെയ്യുന്ന ആളോടൊരു സിമ്പതി തോന്നണമല്ലോ. അപ്പം അയാളാണോ കുറ്റം ചെയ്യുന്നതെന്നും അറിയത്തില്ല. പക്ഷേ ഇവരങ്ങനെയാണ് നമ്മളെ അടുത്തോട്ട് ആദ്യം ഇടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് വയലൻസ് കാണിച്ചിട്ട് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെ, അല്ല അതൊന്നും നമ്മുടെ ഡയറക്ടറുടെ ഫ്രീഡമാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമുക്കിതൊരു ഫീല് വരുന്നില്ല. അത് ബേസ് സെറ്റായിരിക്കണം. ഇത് ചുമ്മാ നമ്മുടെ 90-കളിലെ അല്ല 80-കളിലെ വില്ലന്മാരെ പോലെ 4-5 അവന്മാർ സ്കൂൾ പിള്ളേർ റാഗ് ചെയ്യുമെന്ന് പറഞ്ഞ് മറ്റേ ചിരിച്ചുകൊണ്ട്, മറ്റേ കൊലച്ചിരിയും ചിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുമെന്നാണോ, അല്ലെ നമുക്ക് അവന്മാരോട് ദേഷ്യം വരുമെന്നാണോ? നമുക്കൊരു തേങ്ങയും വരുന്നില്ല. നിങ്ങളെന്ത് പൊട്ടത്തരമാണ് അഭിനയിക്കുന്നത് ഓർത്തിട്ട് അവരോട് ദേഷ്യം വരും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ കുറ്റമല്ല, അവർ മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം അതിൽ അവരുടെ കുറ്റത്തേക്കാൾ ഉപരി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബേസ് സെറ്റല്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ നന്നാക്കായിരുന്നു. കാരണം നമുക്ക് ഇതിലെ വിക്ടിമിനോട് നമുക്കൊരു സഹതാപം തോന്നണമെങ്കിൽ എഴുത്ത് നന്നാവണം. നമുക്കൊന്നും തോന്നുന്നില്ല. നമുക്ക് ആ വിക്ടിമിനോട് പിടിച്ച് അടിക്കാനാണ് തോന്നുന്നത്. ചുമ്മാ മറ്റേ മൂങ്ങിക്കൊണ്ടിരിക്കും ഫുൾ ടൈമേ. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എമ്പതി അല്ലെങ്കിൽ ഒരു സിമ്പതി തോന്നണമല്ലോ. അതിൻ്റെ റൈറ്റിങ്ങിന് പറ്റുന്നേ ഇല്ല സത്യത്തിൽ. അങ്ങനെ പോയി ഞാൻ ഉറപ്പായിട്ട് ഇതൊരു നല്ല രീതിയിൽ തുടങ്ങി വളരെ മോശം, ആദ്യത്തെ ഒരു അരമണിക്കൂറിൻ്റെ നല്ല പേര് കൂടെ കളയാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു രീതിയിൽ ഇരുന്ന സമയത്താണ് ഞാൻ ഇടയ്ക്ക് പറയാൻ ബാക്കി വെച്ച കാര്യം, ട്വിസ്റ്റുകളുടെ ഓവർഡോസ് എന്ന് പറയില്ല, അത് അവസാനത്തോടെ എത്തിയപ്പോഴത്തേക്ക് അത് സെറ്റായിട്ടുണ്ട്.
നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു 2-3 ട്വിസ്റ്റ്. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ഇത് ആ ട്വിസ്റ്റാണ്, ഇത് ഈ ട്വിസ്റ്റാണ്, ഇതിങ്ങനെ ഇതിനു വേണ്ടിയാണ് നമ്മളോട് കളിക്കുന്നു, ഇതല്ലേ ഇടുന്നത്. പക്ഷേ അവിടെ ഡയറക്ടർ ഈ റൈറ്റേഴ്സും കളിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ഐറ്റം വരും. സത്യത്തിൽ അത് സത്യം പറയാം അത് മറ്റേ വൻ ക്രാഫ്റ്റ് എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് അവിടെ വരുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളിച്ചിട്ട് അങ്ങനത്തെ റിവീലിംഗ് ഒന്നുമല്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളൊരിക്കലും അത് പ്രതീക്ഷിക്കത്തില്ല. കാരണം ഇവർ വേറെ രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് ഇവരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും. ഇവർ കൊള്ളത്തില്ലെന്ന് നമ്മളെ കൊണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് വെക്കും. പക്ഷേ അവർ ലാസ്റ്റ് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ എനിക്ക് ട്വിസ്റ്റിൻ്റെ കാര്യത്തിൽ വർക്കായി അങ്ങനെ നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊള്ളാം, പിന്നത്തെ ഒരു 1.25 മണിക്കൂർ വളരെ മോശം, അവസാനത്തെ ഒരു 15 മിനിറ്റ് കൊള്ളാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ എനിക്ക് ഒരുപാട് സെറ്റാക്കായിരുന്നു. കാരണം ഇതിലെ മെയിൻ സാധനം ഇരിക്കുന്നത്, ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയതും ഇതിൻ്റെ ഇവരുടെ മോട്ടീവും കാര്യങ്ങളും ഒക്കെ വർക്ക് ആവണമെങ്കിൽ നമുക്കിതിൽ ഈ ഫ്ലാഷ് ബാക്കിൽ ആ ഒരു പരിപാടി ഇഷ്ടപ്പെടണം. കുറേ വയലൻസ് ഉണ്ട്, അതായത് വുമൺ അബ്യൂസ് ഉണ്ട്, ചൈൽഡ് അബ്യൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്കൊരു ഫീല് കിട്ടുന്നില്ല. നമുക്കൊരു സഹതാപം തോന്നണമല്ലോ, അല്ലെങ്കിൽ ഒരു വിഷമം തോന്നണമല്ലോ. സഹതാപം പോട്ടെ, ഒരു വിഷമമെങ്കിലും തോന്നണമല്ലോ. പോട്ടെ, അതും പോട്ടെ. വില്ലന്മാരുടെ ഒരു ദേഷ്യം, വില്ലന്മാർ ചാവണമെന്ന് തോന്നണമല്ലോ. അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് തോന്നുന്നില്ല. അത് റൈറ്റിങ്ങിലെ പ്രശ്നമാണ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇന്ദ്രജിത്ത് പുള്ളിക്ക് ഇതൊക്കെ കേക്ക് വോക്ക് പരിപാടിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പുള്ളി നന്നായിട്ട് ചെയ്തു. പക്ഷേ അത് നല്ലതെന്ന് എങ്ങനെ തുറന്ന് പറയാനും പറ്റുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഡമ്മി ക്യാരക്ടർ, ഒരു കഴിവില്ലാത്തൊരു ക്യാരക്ടർ. പുള്ളി ഞാൻ പറയില്ല, ഈ ആദ്യത്തെ ഏതോ സിനിമ കണ്ടൊരു സാധനം ഇതിലുണ്ടെന്ന് പറയില്ല. അത് ആദ്യം കൊള്ളാം, പക്ഷേ ഇയാൾക്ക് മറ്റേ കേസ് കണ്ടുപിടിക്കാൻ പാടാകുമ്പോൾ ഈ റൈറ്റർക്കും ഡയറക്ടർക്കും ഒക്കെ കഥ മുന്നോട്ട് പോകാതാകുമ്പോൾ ഇങ്ങനെ ഇയാളെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ മതിയല്ലോ. ബാക്കി ഇയാളുടെ ഇതിൽ അതാ ഞാൻ പറഞ്ഞത്, അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് കുറച്ചുകൂടെ ബുദ്ധി നല്ല തല ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യം കിട്ടിയേനെ. ഇത് അങ്ങനെ മറ്റേ നമ്മുടെ ഫാമിലി മാൻ സീസൺ 2 മറ്റേ ആ തമിഴ് ആ ക്യാരക്ടറെ കൊണ്ടുവന്ന പോലെ, ചെല്ലം സാറിനെ കൊണ്ടുവന്ന പോലെ ഒരു കഥ മുന്നോട്ട് പോകാതെ ക്ലൂലെസ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റേ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടായിരിക്കുമ്പോൾ ഇയാളെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തും. പിന്നെ അങ്ങോട്ട് പൊക്കോളുമല്ലോ, ഇവർക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് പൊക്കോളുമല്ലോ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇന്ന് കളങ്കാവല് വിനായകൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ദ്രജിത്ത് ഇതിലെ. ക്ലൈമാക്സിലൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഒട്ടും വർക്കായിട്ടില്ല. ഞാൻ ചെയ്യുന്നതിനോടൊന്നും എനിക്കൊരു കുറ്റബോധം ഉണ്ടാവില്ലെന്ന് 2-3 തവണ പറയുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പുള്ളി എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണെന്നൊക്കെ പറയുമെങ്കിൽ ഒരൊറ്റ ഞാൻ ആദ്യം പറഞ്ഞ അത് മാത്രമേ ഉള്ളൂ. അത് കഥയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലാതെ അത് ഡീറ്റെയിലിങ്ങും ഒന്നും ചെയ്യുന്നതും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു ഡമ്മി ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി വരുന്ന എല്ലാവരും മോശം, വളരെ മോശം പെർഫോമൻസ്. എല്ലാവരും എടുത്തു പറയണം. നിശാന്ത് സാഗർ വളരെ മോശം പെർഫോമൻസ്. പുള്ളി എനിക്ക് അവസാനം വന്ന പടങ്ങളിലൊക്കെ പുള്ളിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പുള്ളി ഇതിൽ പോലീസായിട്ടാണ്, ഇന്ദ്രജിത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടാണ് പുള്ളി വന്നിട്ട് ഇതിൽ മറ്റേ ഒരു ക്യാരക്ടറോട് ഒരു നമ്മൾ സിനിമകളൊക്കെ കണ്ടുള്ള, ഞാൻ പേര് മറന്നുപോയി, പുള്ളിയോട് ഒരു സ്കൂൾ പ്രിൻസിപ്പളാണ്, പുള്ളിയോട് സത്യം പറയുന്നില്ല പുള്ളി. അപ്പോൾ ഒന്ന് പറയിപ്പിച്ച് ഇന്ദ്രജിത്ത് പറയുമ്പോഴത്തേക്ക് ഇയാൾ പറയിപ്പിക്കാൻ പോകുന്ന കാണുമ്പം മറ്റേ ഇയാളെ റേപ്പ് ചെയ്യാൻ പോകുന്നല്ല നിശാന്ത് സാഗറിൻ്റെ മുഖവും പിന്നെ അതുപോലെ തന്നെ മറ്റേ കൈയൊക്കെ വെച്ച് അങ്ങനെ, അത് മറ്റേ വളരെ മോശം പെർഫോമൻസ് ആ രീതിയിലൊക്കെ. പിന്നെ ദിവ്യാപിള്ള ഒന്നുമില്ല, നമുക്കറിയാം ക്യാമറ വെച്ചിട്ട് അതിന് വേണ്ടി ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതേ. കണ്ണിൻ്റെ മൂവ്മെൻറ്റൊക്കെ മറ്റേ ചുമ്മാ ദിവ്യാപിള്ളക്കൊക്കെ ചുമ്മാ ഇരിക്കുന്നതാണ് പരിപാടി. ഇന്ദ്രജിത്ത് സുകുമാരൻ ഒരു 10 ഡയലോഗ് പറയുമ്പോൾ ഇവർക്കൊരു ഡയലോഗ്, ബാക്കി 9 ഡയലോഗിലും ചുമ്മാ ഇരിക്കണം. പിന്നെ പ്രേക്ഷകരുടെ ഒരു മറ്റേ മറുപാതിയായിട്ടാണ് ഇതിൽ ദിവ്യാപിള്ള മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് പ്രേക്ഷകർക്ക് പറയേണ്ട കാര്യങ്ങൾ, പ്രേക്ഷകരോട് പറയേണ്ട കാര്യങ്ങൾ ഇതിൽ ഇന്ദ്രജിത്ത് ദിവ്യാപിള്ളയോട് പറഞ്ഞ് നമ്മളോട് പറയുന്ന ആ രീതിയിൽ. അപ്പോൾ ഇന്ദ്രജിത്ത് മിക്ക സമയം ചുമ്മാ ഇരിക്കുവാണ്. പണ്ട് മെയിൻ ആക്ടേഴ്സൊക്കെ പറയുന്നത്, ലെജൻസൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഏറ്റവും പാട് ഡയലോഗ്സ് ഉള്ളപ്പോഴല്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ ദിവ്യാപിള്ള പരാജയമായിരുന്നു. പിന്നെ ഡബ്ബിങ് വളരെ മോശം ദിവ്യാപിള്ളയുടെ. മറ്റേ വോയിസ് ലിപ്പ് എവിടെയോ ഇരിക്കുന്നു, മറ്റേ വരുന്ന ഡബ്ബിൽ ചെയ്ത ഡയലോഗേ ശബ്ദം വേറെ എവിടെയോ പോകുന്നു, വേറെ ഏതോ വഴിക്ക് അങ്ങനെ. പിന്നെ അല്ലാതെ വന്ന എല്ലാവരും, റേബ മോണിക്ക ആയാലും ശരി, പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീ ഉണ്ട് ഇപ്പം ഈ കൂടലിൻ്റെ അകത്തൊക്കെ അഭിനയിച്ച് ഒരു മെയിൻ റോൾ ചെയ്ത പുള്ളിക്കാരി, അതിലും മോശമായിരുന്നു, അതിലും മോശം അങ്ങനെ. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ നമുക്ക് സുപരിചിതമായിട്ടുള്ള നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള പല മുഖങ്ങളുണ്ട്. ശ്രീജിത്ത് രവി ഉണ്ട്, പിന്നെ അല്ലാതെ കുറേ പുതിയ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ മറ്റേ യൂട്യൂബിൽ ഷോർട്സൊക്കെ ചെയ്യുന്ന വിഷ്വൽ മച്ചാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്യാങ്ങിലുള്ളൊരു മച്ചാൻ ഇതിലുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ആരുടെ എടുത്തു പറയാൻ വേണ്ടി ഒന്നും തോന്നിയില്ല. ഇന്ദ്രജിത്ത് നല്ല ആക്ടർ ആയതുകൊണ്ട് മാത്രം പുള്ളി അത് അങ്ങനെ വെടിപ്പായിട്ട് ചെയ്ത, അല്ലാതെ ആ ക്യാരക്ടറും വേറെ ആരെങ്കിലും അത് വന്ന് ചെയ്താൽ അത് വൻ മോശമായിരുന്നു. കാരണം എഴുത്തൊട്ടും ഡെപ്തല്ല. പിന്നെ ഇവർ പെർഫോമൻസ് ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. ഇവരുടെ ട്വിസ്റ്റിലും പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കലി ക്യാമറയിലും ഒക്കെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഡബ്ബിങ്ങും പെർഫോമൻസും വളരെ മോശം. പിന്നെ ബി ജി എം ആദ്യമൊക്കെ രസമുണ്ടായിരുന്നു, പക്ഷേ ഓവർഡോസാണ്, ഭയങ്കര ഓവർഡു ആയിപ്പോയി. രാക്ഷസൻ 5-ാം പാതിരയ്ക്കൊക്കെ ശേഷം ഒരു അടിപൊളി ത്രില്ലർ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ ഒരു
മർഡർ മിസ്റ്ററി ഒരു സീരിയൽ കില്ലിംഗ് കാറ്റഗറിയിലാണ്. അല്ലാതെ ഇപ്പോൾ എക്കോ അങ്ങനെ പല പടങ്ങളുണ്ട്. ഈ അവസാനം വന്ന 11 നല്ലൊരു സിനിമയായിരുന്നു തെലുങ്കിൽ നിന്ന് വന്ന, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. പക്ഷെ ഒരിക്കലും രാക്ഷസനല്ല 5-ാം പതിരൊന്നും ബീറ്റ് ചെയ്യുന്നൊരു സാധനം പിന്നെ വന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇനിയും വെയിറ്റിംഗ് ആണ്. ധീരത്തിന് ആ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു, കാരണം നല്ല പൈസ ഇറക്കിയിട്ടുണ്ടെന്ന് കണ്ടാൽ അറിയാം. ഒരു ഇന്ദ്രജിത്തിനൊക്കെ വെച്ച് സാധാരണ ചെയ്യുന്ന ഒരു പടത്തിനേക്കാളും നല്ല പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം കുറേ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അജു വർഗീസ് പറയാൻ പറഞ്ഞതാണ്, അജു വർഗീസ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൈസ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കാമായിരുന്നു എന്തായാലും. പൈസയുടെ പ്രശ്നമല്ല. ഞാനിപ്പോൾ ഇനി അടുത്ത വരുന്ന വീഡിയോയിലൊരു സിനിമ, അത് പൈസ കുറവുള്ളതുകൊണ്ടാണ് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഇതാണ്. പക്ഷേ ഇതിൽ അതുണ്ട്, പക്ഷേ ബാക്കി ഇവരുടെ ടെക്നിക്കലി ഇവർ വീക്കായി ഉഴപ്പിയതിൻ്റെയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2/5 ആണ്. മൊത്തത്തിലൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു.